12th കഴിഞ്ഞാൽ പിന്നെ മാത്സ് പഠിച്ചിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ അതായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് SSCനെ കുറിച്ചിട്ടൊക്കെ ഞാൻ അവെയർ ആയിരുന്നു. അത്രയും ക്ലിയർ ആയിരുന്നു റേസിലാണ് ഞാൻ ജോയിൻ ചെയ്യേണ്ടത്, SSC ആണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. സ്പീഡ് മാത്സ് തൊട്ട് തന്നെ നമുക്ക് കാൽക്കുലേഷൻസ് സ്പീഡ് ചെയ്യാനോ എല്ലാത്തിനുള്ള കാര്യങ്ങൾ തൊട്ട് അവിടുന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഓരോന്ന് പഠിച്ചാലും അപ്പം തന്നെ ബേസിക് സർക്കിൾസിലെ കൂടെ അത് കവർ ചെയ്യാൻ പറ്റി. റെഗുലറായി എടുക്കണം മോക്സ്, അനലൈസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് നമ്മൾ എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടത്, അതൊക്കെ എനിക്കൊരു ഇത് കിട്ടിയത് എക്സ്ട്രീം സർക്കിളിന് ശേഷമാണ്. ബേസിക് സർക്കിളും എക്സ്ട്രീം സർക്കിളും കഴിഞ്ഞിട്ട് രാവിലെ ഒരു 8:30 ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 5 മണി വരെ ലാബിലിരുന്ന് പഠിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഞാൻ വീട്ടിലിരുന്ന് അറ്റൻഷനോടുകൂടെ പഠിക്കുമെന്ന്. ആദ്യമൊക്കെ ഒട്ടും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ സെക്ഷണൽസ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഞാൻ മാത്സിൻ്റെ സ്പീഡ് കൂട്ടിയത്. അപ്പോൾ അതിൽ റേസിൽ നിന്ന് പഠിപ്പിച്ചു തന്ന ഒരുപാട് ഷോർട്ട് കട്ട്സ് അതിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ടൂറിസത്തിലാണ് എനിക്ക് MTS ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യും വരാന്ത റേസ്.